സംഭ്രമത്തോടെ വിറച്ച് വിറച്ച് അബ്ദുറഹ്മാൻ മൊഴിഞ്ഞു തുടങ്ങി. താൻ മഹാപാപിയാണ്. അത് ഏറ്റുപറയാനുള്ള മനക്കരുത്ത് എനിക്കില്ല. തന്നെയുമല്ല, ഞാൻ അത് തുറന്നു പറഞ്ഞാൽ എൻ്റെ സഹോദരൻ എന്നെ ഈ സദസ്സിൻ്റെ മുന്നിൽ വെച്ച് തന്നെ പിച്ചു ചീന്തുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. സഹോദരൻ്റെ വാക്കുകൾ കേട്ട് അബ്ദുള്ള രാജാവിൻ്റെ ധമനികളിലൂടെ രക്തം ഇരച്ചു കയറി. കോപത്താൽ അദ്ദേഹത്തിൻ്റെ പരിസരബോധം പോലും നഷ്ടമായി. പലരും ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. നിങ്ങൾ സമാധാനമായിട്ടിരിക്കുക, എല്ലാത്തിനും പ്രഭു പരിഹാരം കാണിച്ചു തരും. യമനിലെ രാജാവ് എഴുന്നേറ്റ് അബ്ദുറഹ്മാനോടായി പറഞ്ഞു, ഇവിടെ എൻ്റെ അധികാര പരിധിക്കുള്ളിലാണ്. ഇവിടെ വെച്ച് നിങ്ങളെ ആരും ഒന്നും ചെയ്യില്ല. അതുകൊണ്ട് യഥാർത്ഥ സംഭവങ്ങൾ തുറന്നു പറഞ്ഞ് മാപ്പിന് അപേക്ഷിക്കുവാൻ ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുകയാണ്. രാജാവിൻ്റെ കൽപ്പന കേട്ട് അവർ ഓരോരുത്തരായി തങ്ങളുടെ അപരാധങ്ങൾ തുറന്നു പറയാൻ തുടങ്ങി. ആദ്യം പറയാൻ തുടങ്ങിയത് അബ്ദുറഹ്മാനാണ്. സുഖസുഷുപ്തിയിൽ അർഷൂസ് തർഷൂസ് രാജ്യങ്ങൾ കഴിഞ്ഞിരുന്ന കാലത്ത് സഹോദരൻ അബ്ദുള്ള രാജ്യവും ഭാര്യയെയും തന്നെ ഏൽപ്പിച്ചാണ് ഹജ്ജിന് പോയത്. സഹോദരൻ്റെ ഭാര്യയെ മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ച് പരാജയപ്പെട്ടപ്പോൾ കള്ളക്കഥകൾ കെട്ടിച്ചമച്ച് കല്ലെറിഞ്ഞു കൊന്നത് എല്ലാം അയാൾ തുറന്നു പറഞ്ഞു. സദസ്യർ ആശ്ചര്യത്തോടു കൂടി അതെല്ലാം കേട്ടുകൊണ്ടിരുന്നു.